നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM അല്ല പിണറായി വിജയൻ അവസാന വാക്കെന്ന് നവകേരള സദസ്സുകൊണ്ട് അരക്കിട്ടുറപ്പിക്കാൻ മുഖ്യൻ കളിച്ച കളി പൊളിച്ചടുക്കി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായിയെ ദൈവം വരെ ആക്കാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ പൊട്ടിത്തെറിക്കുകയാണ് ഗോവിന്ദൻ. പിണറായി വിജയനെ ദൈവാവതാരം ആക്കുന്നതിനോട് CPMന് താൽപര്യമില്ല. CPM വ്യക്തിപൂജയെ അനുകൂലിക്കുന്ന പാർട്ടിയല്ല എന്ന് ഗോവിന്ദൻ തുറന്നടിക്കുന്നു. ചെങ്കോട്ടയിൽ, അതായത് കണ്ണൂരിന്റെ മണ്ണിലായിരുന്നു ഗോവിന്ദന്റെ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം. VN വാസവന്റെ അതിരുകടന്ന പ്രസ്താവന മുളയിലെ നുള്ളി ഗോവിന്ദൻ ചെക്കുവെച്ചു. കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയനെ പുകഴ്ത്തി VN വാസവൻ പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണെന്നാണ് മന്ത്രി VN വാസവൻ പറഞ്ഞത്. കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തെ രക്ഷിച്ചത് മുഖ്യമന്ത്രിയാണെന്നും തൊടാൻ സതീശനും സുധാകരനും കഴിയില്ല എന്നും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് രക്ഷാകവചം തീർക്കുമെന്നും VN വാസവൻ പറഞ്ഞിരുന്നു. ഈ വാദം ഗോവിന്ദന് പിടിച്ചില്ല. വാസവനും കൊടുത്തു, പിണറായിക്കും കൊടുത്തു നല്ല ഒന്നാന്തരം അടി. വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടല്ല. ഈ കാര്യത്തെക്കുറിച്ച് VN വാസവൻ പറഞ്ഞതിന് ശേഷം താൻ പ്രതികരിക്കുമെന്നും അപ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞത്. പണ്ട് നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം അമ്പലം പണിയുമെന്ന് പറഞ്ഞു. എന്നാൽ ഭൗതികവാദിയായ അദ്ദേഹം എങ്ങനെ അമ്പലം പണിയുമെന്ന ചോദ്യം പലരും ഉന്നയിച്ചു. എന്നാൽ താൻ ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പണിയുമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഓരോ ആളുകൾ എങ്ങനെയാണ് അവർ പറയുന്നത് കൊണ്ടുള്ള അർത്ഥം ഉദ്ദേശിക്കുന്നത് എന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും അവർക്ക് മാത്രമേ അത് മനസ്സിലാകുള്ളൂവെന്നും MV ഗോവിന്ദൻ പറഞ്ഞത്. നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് സമരമല്ല, കടന്നാക്രമണമാണെന്നാണ് അതിനെ പറയേണ്ടത്. പോലീസ് കേസെടുത്തപ്പോൾ താൻ പേടിച്ചുപോയി എന്ന് പറഞ്ഞത് അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമാണ്. തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന ഭാവമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കോഴിക്കോട് മിഠായി തെരുവിൽ ഗവർണർക്ക് മിഠായി നുണയാൻ കഴിഞ്ഞത് കേരളത്തിന്റെ ക്രമസമാധാനം തകർന്നിട്ടില്ല എന്നതിന്റെ തെളിവാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടത്തുന്ന പ്രതിഷേധം നവകേരള സദസ്സിനെ ബാധിക്കില്ല. സർക്കാർ പരിപാടി അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കുമെന്നും ഏതെങ്കിലും രണ്ടാളുകൾ പ്രതിഷേധിച്ചാൽ നവകേരള സദസ്സിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രിയെ ദൈവമായിട്ട് കൊണ്ട് നടക്കാനുള്ള ചിലരുടെ നീക്കം MV ഗോവിന്ദൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കിട്ടിയ അവസരം കൊണ്ട് മന്ത്രിമാരെ ഇറക്കി പുകഴ്ത്തിപ്പിക്കുകയാണ് പിണറായി ചെയ്യുന്നത്. കാസർഗോഡ് മുതൽ പിണറായിയെ തള്ളി ഇങ്ങ് തിരുവനന്തപുരം വരെ എത്തിച്ചിട്ടുണ്ട്. പാർട്ടിക്കും മേലെ പിണറായിയെ പൊക്കുന്നത് ഗോവിന്ദന് തീരെ പിടിക്കുന്നില്ല. അതാണ് ഗോവിന്ദൻ പിണറായിയെ വലിച്ച് താഴെയിട്ടിരിക്കുന്നത്. വീണ ജോർജ് വീണ്ടും ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ, തള്ള് നടത്തിയിരുന്നു. കൂടെയുള്ള മന്ത്രിമാർ പൊക്കിയതല്ലാതെ നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ മലയാളിയുടെ ഭരണിപ്പാട്ട് കേൾക്കുകയാണ് പിണറായി വിജയൻ. ഇപ്പോൾ ഗോവിന്ദനും എടുത്തുകൊടുത്തു. CPMനെ പിണറായിയിലേക്ക് ഒതുക്കാനാണ് നീക്കം നടക്കുന്നത്. അതായത് CPM അല്ല, പിണറായിയാണ് എല്ലാം, സുപ്രീം പവർ പിണറായി. അതിന് ഗോവിന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. പിണറായി വിജയന് ശേഷവും ഇവിടെ CPM വേണമല്ലോ. അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്നതൊക്കെ CPMന് എട്ടിന്റെ പണിയാകുന്നുണ്ട്. പാർട്ടിയിലുള്ളവർ പോലും ഈ പ്രസ്ഥാനം വെറുത്തു തുടങ്ങി. അതിന് കാരണക്കാരൻ പിണറായി വിജയനാണ്. അങ്ങനെയുള്ള പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഒതുക്കേണ്ടത് ഗോവിന്ദന്റെ ആവശ്യമാണ്.